ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു കടി പക്കോടയാണ്. ഇതൊരു പഞ്ചാബി ഡിഷാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബനാന ജാരെ കടി പക്കോട ദിഖാएंगे कैसे ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് ദഹി लिया है. കട്ടാവല ദഹി है. പുളിയുള്ള തൈര് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. നല്ല പുളിയാണെങ്കിൽ നല്ല തൈര്. 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ദഹി लिया है. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഹരി മിർച്ച്, അദ്രക്, ഇഞ്ചി. നമുക്ക് ഇത് 2 പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. अच्छे से मिक्स कर दीजिएगा. अभी प्याज डाल रहे हैं. इतनी उल्ली നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയാപ്പിലയും കൂടി ഇടാം. അപ്പോൾ കരിയാപ്പത്ത भी डाल के अच्छे से बीट करके रखेंगे. നല്ലതായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. 4 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. 4 ഒനിയൻ लिया है. एक बर्तन में डाल दो. പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് പെറ്റൽസ് എല്ലാം അടത്തിയെടുക്കാം. പ്രസ് करके इसका पेटल्स अलग कर दीजिएगा. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലതായിട്ട് ഞെരടി എടുക്കണം. नमक डाल के थोड़ा अच्छा से रगड़ दीजिएगा. अच्छा से रगड़ने से पानी निकल जाएगा. നല്ലതായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം വരും. ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഹരി മിർച്ച്, ഇഞ്ചി, അദ്രക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് നമുക്ക് വെക്കാം. 10 മിനിറ്റ് വെക്കെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈരാണ്. ദഹി निकाल के रखा था. നമുക്ക് തൈരിനകത്തിട്ട ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഫ്ലേവർ ഇതിനകത്ത് നല്ലതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. इसका अंदर में डाला हुआ अदरक, हरी मिर्च सबका फ्लेवर इसमें आ गया है. अभी छान के निकाल देंगे. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ തൈര് നമ്മൾ അരിച്ചെടുത്ത ഇഞ്ചി പച്ചമുളകൊക്കെയാണ്. छान के निकाल दिया था अदरक और हरी मिर्च सब वो हटा के दूसरा बर्तन में डाल दो. നമുക്കൊരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. आधा कप बेसन लिया है. इसमें डाल दो. നല്ലതായിട്ടൊന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കുക. മിക്സിയുമ്പോൾ അച്ചത്തെ പീസെയ്ത് നമ്മൾ തൈരും കടലപ്പൊടിയും കൂടെ അടിച്ചെടുത്തതാണ്. दही और बेसन अच्छे से पीस लिया है. अभी इसमें हम 2 कप पानी डाल दें. 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഒന്നും കൂടെ നല്ലതായിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുക്കുക. अच्छा से पीस के आएंगे. 2 കപ്പ് തൈരും 2 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2 कप दही और 2 कप पानी डाला है. एक बर्तन में डाल दें. ഇതിലേക്ക് ഇനിയും 2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. और 2 कप पानी डाल दें. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കണം. അभी 2 कप पानी भी डाल दें. 2 कप दही के लिए 4 कप पानी. 2 കപ്പ് തൈരിന് വേണ്ടി 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അരിച്ച് മാറ്റി വെച്ച ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇടാം. छान के निकाला था. हरी मिर्च और अदरक सब और इसमें डालेंगे. അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു പാനിലോട്ട് 1 സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ तेल डाल दें. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. सरसों डाल दें. 1 चुटकी मेथी डाल दें. ഉലുവ ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം कुट करके रखा था धनिया 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ മല്ലി ഇടിച്ചതാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗോൾമിർച്ച, 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയുമാണ് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. ഉണക്കമുളക് 2-3 പൊട്ടിച്ച, ലാൽ മിർച്ച ഓതി ഡാലെങ്കിൽ, പ്യാജ് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കരിയാപ്പില, थोड़ा കരിയാപ്പില, കായ ഇട്ട് കൊടുക്കുക. ഹിംഗ് ഡാലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക. थोड़ा ഫ്രൈ कर दीजिएगा. 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ हल्दी डाल दें. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. वो भी फ्राई करके हम लोग निकाल कर रखा था वो चास पानी നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മോരും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് കൈ എടുക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. 10 മിനിറ്റ് अच्छे से मिला दीजिएगा. ഉള്ളിക്കകത്ത് നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഗ്യാസ് अच्छे से पानी निकल गया है. हल्दी पाउडर, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മിർച്ച പൗഡർ डाला है और ഹിംഗ് डाल दें. കായ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് കടലമാവാണ് ഇടുന്നത്. इसमें 1 कप बेसन डाल दें. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से മിക്സ് कर दीजिए. നല്ലതായിട്ട് ഒരുവിധം ആയിട്ടുണ്ട്. ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ബിൽക്കുൽ പാനി दिया नहीं और थोड़ा सा पानी डालना है. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 സ്പൂൺ പാനി डाला है. अच्छे से हो गया. നല്ലതായിട്ട് ആയി കഴിഞ്ഞു. പക്കോടി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. പക്കോടി बनाएंगे. छोटा छोटा बॉल बना लीजिए. ചെറിയ ചെറിയ ബോൾ നമുക്ക് ഉണ്ടാക്കിയിരിക്കും.
കടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ തീയിൽ ഇട്ടിരിക്കുകയാണ്. ഉരുട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ऐसे ही सब बनाएंगे. നമുക്ക് കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ऐसे ही सब थोड़ा थोड़ा डाल के बना लीजिएगा. आगे इट्टा पकौड़ा रेडी आई गई. നമുക്ക് എടുക്കാം. पहले डाला था वो पकौड़ा रेडी हो गया, निकाल देंगे. बाकी भी डालेंगे. നമുക്ക് ബാക്കി കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടാമതിട്ട പക്കോടി ആയി കഴിഞ്ഞ് നമുക്ക് എടുക്കാം. दोबारा डाला वो भी हो गया, निकाल देंगे. कड़ी नल्लाയിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. अच्छे से बॉईल होने के लिए शुरू किया. अभी तक हम लोग नमक दिया नहीं था. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. अच्छे से मिक्स करके 10 मिनट ഇപ്പോൾ തിളച്ച് കഴിഞ്ഞു. 10 मिनट अच्छा से बॉईल हो गया. अभी पकौड़ी डालेंगे. നമുക്ക് ഈ പക്കോടി വറുത്ത് വെച്ച് പക്കോടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം. अच्छे से मिक्स करके लो फ्लेम में डाल के रखेंगे. നമുക്കിത് അടച്ച് വെച്ച് 3-4 മിനിറ്റ് വേവിക്കണം. 2-3 മിനിറ്റ് ഡൺ करके लो फ्लेम में डाल के पकाना है. लो ഫ്ലെയിമിൽ ഇട്ട് വേണം 2-3 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കടുക് വറുക്കാൻ പോവുകയാണ്. इसके लिए तड़का बनाएंगे. 1 ടേബിൾ സ്പൂൺ घी डालेंगे. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് ചൂടായി വരട്ടെ. ഗരം होने दीजिए. നമുക്ക് 2 മുളക് ഇട്ട് കൊടുക്കാം. तो लाल मिर्च डालेंगे. थोड़ा सा करियापत्ता डालेंगे. നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ ഹിംഗ് കായവും കൂടി ഇട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കറി ഓഫ് ചെയ്ത് കൊടുക്കാം. 4 മിനിറ്റായി. 4 മിനിറ്റ് हो गया. अभी इसका ऊपर में डालेंगे. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടി പക്കോട റെഡി ആയി കഴിഞ്ഞു. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബസുമതി അരിയുടെ ചോറുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇതിന് പറയുന്നത് കടി ചാവൽ എന്നാണ്. ബസുമതി അരിയുടെ ചോറും ഈ കറിയും കൂടെയാണ് സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നത്. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കറിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा घर में ट्राई करके देखिएगा. कड़ी चावल ഞാൻ എടുത്തിട്ടുണ്ട്. Please like, share and subscribe. Thank you for watching.